അല്ലേ? ഇസ്ലാമിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഫൻദുർ ഇലൈഹ, അവൻ അവളെ നോക്കട്ടെ, പരസ്പരം സംതൃപ്തിപ്പെടാൻ വേണ്ടി, ഇഷ്ടപ്പെടാൻ വേണ്ടി, അങ്ങോട്ട് അറിയാൻ വേണ്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ അതിനെ വലിച്ചു നീട്ടി ഈ പറഞ്ഞ രൂപത്തിലുള്ള അത്യാചാരങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. എന്നിട്ട് അതിനുശേഷം പിന്നെ ഒരു സെഷൻ ഉണ്ട്, അതൊരു ഫോട്ടോ സെഷനാണ്. ഏതാ ഫോട്ടോ സെഷൻ? ഇതുപോലെ ചില വേദികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പൈസക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആളുകളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള വേദികളായിരിക്കും ഉണ്ടാവുക. ആ വേദിയിൽ ഈ മിഠായി കൊട്ടൊക്കെ കൊണ്ടുവന്ന് ചെക്കനെയും പെണ്ണിനെയും എന്ത് ചെയ്യും? നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് അടുത്തടുത്തിരുത്തും. എന്നിട്ട് പിന്നെ ഫോട്ടോ ആണ്. ഇനി അതേ പ്രകാരം തന്നെ പെണ്ണിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരൊക്കെ വരും. എന്നിട്ട് ചെക്കൻ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു വിഷയമല്ല, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു പ്രശ്നമേ അല്ല, അല്ലേ? ഒരു ഹസ്തദാനം ചെയ്യൽ ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, വിവാഹ രംഗത്ത് ഇസ്ലാം വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനാചാരങ്ങളിലേക്ക്, ആഭാസങ്ങളിലേക്കും ഒക്കെ കൊണ്ടുചെന്നെത്തിക്കുകയും അവിടെയൊക്കെ ദൂർത്തും പൊങ്ങച്ചൊക്കെ കാണിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി. ഖുർആൻ പറഞ്ഞു, കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ആഹരിക്കാം, നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് പാനീയം കഴിക്കാം, പക്ഷെ നിങ്ങൾ അമിതമാവാൻ പാടില്ല. അള്ളാഹു അമിതക്കാരായ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്.